ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്ലീസ്. മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്, പ്ലീസ്. സർ, ഇവിടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു, പ്ലീസ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് സാധാരണ നിലയിൽ പ്രതിപക്ഷ നേതാവ് വരാത്തത് കൊണ്ടുള്ളൊരു വിഷമം എൻ്റെ നേരെ തീർത്തിട്ട് കാര്യമില്ല. എൻ്റെ ഒരു സാധാരണ ഫോമിൽ അദ്ദേഹം ആയില്ല എന്ന് എനിക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. ആ വിഷമം എൻ്റെ നേരെ തീർക്കരുതെന്ന് മാത്രം. അതിനെന്താ കാരണം എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. ഇവിടെ അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പ്രസക്തമായ രീതിയിൽ പറയുകയുണ്ടായി. അത് നമ്മുടെ കേരളത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല, മാർക്കറ്റിൽ ഇടപെടുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് കേരളത്തിലെ ജനങ്ങളാകെ അനുഭവിച്ചറിയുന്നൊരു കാര്യമാണ്. കാരണം വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ നാടിൻ്റെ ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായുള്ള ഫലപ്രദമായ മാർക്കറ്റ് ഇടപെടലാണ് നടത്തിപ്പോരുന്നത്. അതിൽ മാതൃകാപരമായ പ്രവർത്തനം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തുന്നു. നമ്മുടെ സഹകരണ മേഖലയിൽ കൺസ്യൂമർ ഫെഡും ഒരു പരിധിയോളം ചെയ്യുന്നു. ഇവിടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നത് ആവശ്യമായ പിന്തുണ സർക്കാർ നൽകുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ്. എന്നാൽ സർക്കാരിനെ പ്രയാസത്തിലാക്കുന്ന ഒട്ടേറെ നീക്കങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു തരം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. പക്ഷേ അതിനെയെല്ലാം ഫലപ്രദമായി അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും വിചിത്രമായ ഒരു വാദഗതി അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ, അതിൽ നിന്ന് 1 രൂപ കൂട്ടാൻ തയ്യാറായോ എന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. സർ, 1600ലേക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധനവുണ്ടായത് കഴിഞ്ഞ 2016 മുതൽ 2021 വരെ ഇവിടെ ഉണ്ടായ LDF സർക്കാരിൻ്റെ കാലത്താണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ തന്നെ കാര്യത്തിൽ നിങ്ങൾ എത്ര കണ്ട് കുറ്റകരമായ സമീപനമാണ് സ്വീകരിച്ചത് എന്നത് ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ആദ്യഘട്ടത്തിൽ നായനാർ ഗവൺമെൻറ് 45 രൂപയായിരുന്നല്ലോ കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തിരുന്നത്. അന്ന് അതിനെ എത്ര ശക്തമായി അത് ഉൽപ്പാദനക്ഷമതയുള്ള കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ തയ്യാറായിരുന്നു എന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ആ തുക പിന്നീട് അധികാരത്തിൽ വന്ന
UDF വർദ്ധിപ്പിക്കാൻ തയ്യാറായി. അതിൽ നിന്ന് പിന്നീട് ആ തുക വർദ്ധിപ്പിക്കുന്നത് പിന്നീട് വന്ന LDF സർക്കാരല്ലേ.